ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കുറേ നാളായിട്ട് ഈ അമ്മയടുത്ത് ഞാൻ പറയായിരുന്നു എനിക്ക് കൊത്തു പൊറോട്ട ഉണ്ടാക്കി തരണം. അപ്പോൾ അമ്മ ചോദിച്ചു, ശനിയാഴ്ച രാത്രിയാണെങ്കിൽ ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ പറയാണ് രാത്രി എന്താ ഉണ്ടാക്കാൻ. അപ്പോഴത്തേനും ആദ്യം ചോദിച്ചു പുട്ടും എന്താ കടലക്കറി ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു വേണ്ട അമ്മ. ഞാൻ അമ്മയടുത്തിന് അമ്മ കുറേ ദിവസമായിട്ട് പറഞ്ഞല്ലോ പൊറോട്ട വാങ്ങിച്ചെന്നാൽ കൊത്തു പൊറോട്ട ഉണ്ടാക്കി തരാം. അങ്ങനെ പിന്നെ അമ്മയടുത്ത് പറഞ്ഞു കൊത്തു പൊറോട്ട ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പൊറോട്ടയും ഇതാ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ശനിയാഴ്ചയാണ് ഉണ്ടാക്കിയത്. അപ്പം ഈ വീഡിയോ എടുത്തത് ഇന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം എണ്ണയിലോട്ട് കടുകെല്ലാം ചൂടായിട്ട് കടുകിട്ടു. പിന്നെ എന്താ ഇട്ടത്, ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നല്ലതായിട്ട് വഴറ്റി. പിന്നെ നല്ല ഇച്ചിരി ഉപ്പിട്ടു. അപ്പം നല്ല വഴറ്റി കിട്ടുമല്ലോ. അപ്പോഴും നല്ല വഴറ്റുന്ന വെച്ചാൽ നല്ല ഈ ഉള്ളി ചെറുതാവുന്ന പോലെ, അതായത് ഗോൾഡൻ കളറൊക്കെ പോലെ ആവുന്ന വരെ വഴറ്റണം. അപ്പം എനിക്ക് ആദ്യം നല്ല ഇഷ്ടമായിരുന്നു കൊത്തു പൊറോട്ട വേണമെന്നൊക്കെ നല്ല താല്പര്യമായിരുന്നു. അതുകൊണ്ടാണ് അമ്മ ഉണ്ടാക്കി തന്നത്. പിന്നെ ഇത് ഉണ്ടാക്കിയത് വലിയ ഹോട്ടൽ സ്റ്റൈലുകളൊന്നുമല്ല, ജസ്റ്റ് ഒരു വീട്ടിലെ സ്റ്റൈലുകൾ, ആഗ്രഹത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പം അടുത്ത് പിന്നെ തക്കാളി ഇട്ട് നല്ലോണം വഴറ്റണം. അപ്പം നല്ലോണം വഴറ്റിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി വെജിറ്റേറിയൻ സ്റ്റൈലാണ്. അപ്പോൾ മുട്ടയും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചേച്ചി വേണ്ട കുഴപ്പമില്ല, ഒരു വെജിറ്റബിൾ കൊത്തു പൊറോട്ട ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ക്യാബേജും ഇട്ട് നല്ലോണം വഴറ്റണം. എന്നിട്ട് നമ്മുടെ ഒരു ടിപ്പെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രേവി ഒഴിക്കും. ഗ്രേവി ഒഴിച്ചിട്ട് ഗ്രേവി ഒഴിക്കുന്നതിന് വീഡിയോ വിട്ടുപോയി എടുക്കാൻ. അപ്പോൾ ഗ്രേവി ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഇളക്കിയിട്ട് പിന്നെ സാധാ പൊറോട്ട നമ്മൾ പിച്ചി ഇട്ടിട്ട് ഇളക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെയാണ് കൊത്തു പൊറോട്ട ഉണ്ടാക്കുക. സാധാരണ വേറെ മസാലയൊക്കെയാണ് ഇടുക, പക്ഷേ നമ്മൾ ഇതുപോലെ വെജിറ്റബിൾസും ഇട്ട് ഗ്രേവി ഒഴിച്ചിട്ടാണ് കൊത്തു പൊറോട്ട ഉണ്ടാക്കിയത്. ന്യൂ സ്റ്റൈൽ ഈസി റെസിപ്പിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പം ഇച്ചിരി അതിൻ്റെ ഫ്ലേവർ കിട്ടുമല്ലോ, നല്ല രസമായിരിക്കും. അപ്പം അതിട്ട് നല്ലോണം അതിനെ ഇളക്കി യോജിപ്പിക്കണം. നല്ല യോജിപ്പിച്ച് വരണം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ വെജിറ്റബിൾസ് കഴിക്കാത്തവർക്ക് ഇത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വെജിറ്റബിൾ കഴിക്കില്ല, അങ്ങനെയാണ്. അപ്പം നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ. പുതിയ വീഡിയോയിൽ കാണുന്നവരെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. സീ യു.